കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ആഗോള സഭ ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഈ മേഖലയിൽ ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന സകല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളിന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മർക്കോസ് 11:24 വചനം നമുക്കോർക്കാം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ സഭയുടെ മേൽ ഒരു പുതിയ പെന്തക്കോസ്ത അയക്കും. ഒരു നവചൈതന്യത്തോടെ സഭ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് വലിയ വിശ്വാസത്തോടെ, വലിയ തീക്ഷ്ണതയോടെ ഈ സമയങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ദൈവമേ, സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, കാർദിനാൾ തിരുസംഘം, മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, എൻ്റെ ദൈവമേ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സഭയുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി ഓരോരുത്തർക്കും നൽകണമേ. നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ദൈവമേ, ഇപ്പോൾ സഭയുടെ മേൽ അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സഭയുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയെ നവീകരിക്കണമേ, ഞങ്ങളുടെ സഭയുടെ മേൽ അവിടുത്തെ അഗ്നി ഇറങ്ങണമേ, ഞങ്ങളുടെ സഭയെ വിശുദ്ധീകരിക്കണമേ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, സ്തോത്രം ചെയ്യുന്നു, പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ സഭയെ സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വീണ്ടും സഭയ്ക്കൊരു പുതിയ പെന്തക്കോസ്ത നൽകണമേ. സഭയിലുള്ള അപജയങ്ങളെല്ലാം നീക്കണമേ. സഭ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ, സഭ കൂടുതൽ അനുഗ്രഹമുള്ളവളായി മാറട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ സഭയെ അവിടുന്ന് നവീകരിക്കണമേ, എൻ്റെ സഭയെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ, എൻ്റെ സഭയെ സ്നേഹിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് നൽകണമേ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഇവിടുന്ന് ഈരടി പാടുമ്പോൾ ചേർന്ന് പാടി നമ്മുടെ സഭയിൽ വീണ്ടും ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ചേർന്ന് പാടി. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, പരിശുദ്ധാത്മാവേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും സഭയ്ക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത, വീണ്ടും സഭയ്ക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ സഭയിൽ നീട്ടണമേ, ചേർന്ന് പാടി. അഭിഷേകത്തിൻ കൈകൾ നീ സഭയിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. കർത്താവേ, സഭയിലേക്ക് ഒരു പുതിയ പെന്തക്കോസ്ത അയക്കണമേ. കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെട്ടു പോവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ നേരിടുന്ന വെല്ലുവിളികൾ, ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സഭ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉന്നതങ്ങളിൽ നിറങ്ങും. നമ്മുടെ പാപ്പായെ കർത്താവ് ശക്തിപ്പെടുത്തും, നമ്മുടെ കാർദിനാൾ തിരുസംഘത്തെ ദൈവം ശക്തിപ്പെടുത്തും. നമ്മളെ മെത്രാപ്പൊലീത്തമാരെ, മെത്രാന്മാരെ, വൈദികരെ ദൈവം ഇന്ന് അത്ഭുതകരമായി ശക്തിപ്പെടുത്തുന്ന ദിവസമാണ്. നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എന്തും ലഭിക്കുമെന്നുള്ള ആ കർത്താവിൻ്റെ വചനം നമുക്ക് കുറച്ച് വിശ്വസിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമസഭയിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടപ്പോൾ സഭ അവന് വേണ്ടി
തീഷ്ണമായി പ്രാർത്ഥിച്ചു. പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സഭ അവന് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവരുടെ ആ ശക്തിയേറിയ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് പത്രോസിൻ്റെ ബന്ധനങ്ങൾ അഴിച്ച് ഇതാ അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന രംഗം നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭ ഏതൊക്കെ മേഖലകളിൽ ബന്ധിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ രക്ഷ നമ്മുടെ സഭയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൊണ്ടുവരും. നമുക്ക് കരങ്ങൾ കൂപ്പി ഇങ്ങനെ ഏറ്റുപറഞ്ഞ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഓരോരുത്തരും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും ഏറ്റുപറഞ്ഞ്, എൻ്റെ കർത്താവെ, സഭയിലേക്ക് അവിടുത്തെ ദൂതനെ നിയോഗിക്കണമേ, അവിടുത്തെ ശക്തി അയക്കണമേ, അവിടുത്തെ കൊടുങ്കാറ്റ് അയക്കണമേ. നമുക്കിങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സഭയിലേക്ക് അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഞങ്ങളുടെ സഭയെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. സഭയെ ധീരമായി മുൻപോട്ട് നയിക്കാൻ ഫ്രാൻസിസ് പാപ്പായെ ശക്തിപ്പെടുത്തണമേ. എന്റെ ദൈവമേ, സഭാ മേലധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കാലത്തിന്റെ വെല്ലുവിളികളെ ധീരമായി നേരിട്ട് സഭയെ മുൻപോട്ട് നയിക്കാൻ എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മായ നേതൃത്വത്തെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സഭയോട്, ആഗോള സഭയോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. സഭ നേരിടുന്ന സകല പ്രതിസന്ധികളോടും കരുണ കാണിക്കണമേ. അവിശ്വാസ ചിന്തകൾ, അവിശ്വാസ ചിന്തകൾ, എതിർ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്താൽ ഞങ്ങളുടെ സഭയെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വീണ്ടും സഭയ്ക്ക് നൽകണമേ ഒരു പുതിയ പെന്തക്കോസ്ത. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി അതിജീവിച്ച് ഈ കാലഘട്ടത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ പരാജയപ്പെടുത്തി നമ്മുടെ സഭയെ മുൻപോട്ട് നയിക്കാൻ ദൈവം നമ്മുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, സഭാധികാരികളുടെ മേൽ അത്യുന്നത ശക്തി അയക്കും. വിശ്വാസത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്കാം. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടി. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ.
അത്ഭുതമൊഴുകും കൈകൾ നീ സഭയിൽ നീട്ടണമേ. കരങ്ങൾ കൂപ്പി അത്ഭുതമൊഴുകും കൈകൾ നീ സഭയിൽ നീട്ടണമേ. ചേർന്നു പാടി അത്ഭുതമൊഴുകും കൈകൾ നീ സഭയിൽ നീട്ടണമേ. വീണ്ടും സഭയ്ക്ക് നൽകണമേ, വീണ്ടും സഭയ്ക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. ചേർന്നു പാടി വീണ്ടും സഭയ്ക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ സഭയിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ സഭയിൽ നീട്ടണമേ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തി കർത്താവിൻ്റെ സന്നിധി അല്പം ത്യാഗത്തോടെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ സഭയ്ക്ക് നേരിടാനുണ്ട്. അവിടെ സഭയുടെ ഊർജം നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ സഭയെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ സഭയെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് സഭയുടെ കരുത്ത് നമ്മുടെ പ്രാർത്ഥന ആയതുകൊണ്ട് നമ്മൾ ചങ്കുരുക്കി ഹൃദയം നൊന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈറ്റുനോവ് അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അത് വരും കാലഘട്ടത്തിൽ നമ്മുടെ സഭ ലോകത്ത് പ്രകാശിക്കുന്ന ഒരു ദീപമായി ഉയർത്തപ്പെടും. മലയിൽ ഉയർത്തപ്പെട്ട ദീപത്തെ മറച്ചു വയ്ക്കുക അസാധ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സഭ ലോകത്തിന് പ്രകാശമായി അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന വലിയ അഗ്നിനാളമായി ഈ സഭയിൽ ഈ ലോകത്ത് കത്തി നിൽക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വൈദികർ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപാടാണ്. നമ്മുടെ സന്യസ്തർ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപാടാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും അവരെ തേടി വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് തൻ്റെ നാഥനായ യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച് സഭയെ, ദൈവജനത്തെ മുൻപോട്ട് നയിക്കാൻ നമ്മുടെ വൈദികർക്ക് ശക്തി ലഭിക്കണം, നമ്മുടെ സന്യസ്തർക്ക് ശക്തി ലഭിക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കേണ്ടത്. ഈ സമയം ഞാനും നിങ്ങളും കണ്ണുനീരോടെ എൻ്റെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട വൈദികർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവജനത്തെ മുൻപോട്ട് നയിച്ച് നിത്യതയിൽ അവരെത്തിക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ വൈദികരുടെ മേൽ അവിടെ നയിക്കണമേ, സന്യസ്തരുടെ മേൽ അവിടെ നയിക്കണമേ. അങ്ങനെ സഭ ഒറ്റക്കെട്ടായി സാത്താനെ ചെറുത്ത് തോൽപ്പിച്ച് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, അതിനുള്ള അനുഗ്രഹം അവിടുന്ന് സഭാ മക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലോകത്തിന് മുഴുവൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി അവിടുത്തെ ശക്തി കൊണ്ട് ഈ സഭയെ അനുഗ്രഹിച്ചുയർത്തും, അഭിഷേകം ചെയ്തുയർത്തും. വലിയൊരു കൃപയുടെ നിമിഷമായി അത് മാറും. സഭ, മാർപ്പാപ്പ, കാർദിനാൾ തിരുസംഘം, വൈദികർ, മെത്രാന്മാർ, സിസ്റ്റേഴ്സ്, അൽമായ നേതൃത്വം, എല്ലാവരുടെ മേൽ അഗ്നി ഇറങ്ങുന്ന ഒരഭിഷേകം ഈ സമയത്ത് വരണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്നു ചേർന്ന് അല്പനേരം സഭയുടെ എല്ലാ ശിഥിലീകരണവും മാറി സഭ കൂടുതൽ തിളക്കമുള്ള, കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ കരുത്താർജിച്ച് മുൻപോട്ട് പോകാൻ ഈ കാലഘട്ടത്തിൽ സഭയെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. സഭയിലുള്ള സകല തിന്മകളെ അകറ്റണമേ. ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുനാഥൻ ആരാധന, ആരാധന, യേശുനാഥൻ ഹല്ലേലൂയ, 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 ശാന്തമായി കരങ്ങൾ കൂപ്പി സഭയുടെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകാൻ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയ, അവിടുത്തെ കാരുണ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും വർഷക്കാലം ഈ സഭയെ അനുദിനം നയിച്ച നമ്മുടെ കർത്താവ് അവിടുത്തെ കരുണ പിൻവലിച്ചിട്ടില്ല.
ഇപ്പോഴും നമ്മുടെ സഭയുടെ മേൽ അവിടുത്തെ കരുണ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ ഈ സഭ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു സ്ഥാപിച്ച സഭയെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ കരുണ ഈ സഭയുടെ മേലുണ്ട്. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ ലോകത്തിലെ തിന്മകളെ, പാപികളെ, ലോകത്തുള്ള സകല എതിർചിന്തകളെയും തകർത്ത് സഭ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, സഭാ ഹൈറാർക്കി, അതുപോലെ സഭാ മക്കൾ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കർത്താവേ, കനിവു തോന്നണമേ, തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ. ചേർന്ന് പാടി. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ, തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ. നമ്മുടെ സഭയിൽ ഒരുപാട് പേര് വിശ്വാസം ഉപേക്ഷിക്കുന്നവരുണ്ട്. വിശ്വാസത്തിനെതിരായി സാത്താൻ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പറ്റാതെ വിശ്വാസത്തിൻ്റെ അപജയം നേരിടുന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ സഭയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്ത് സഭയെ ദുഷിക്കുന്നവരുണ്ടെങ്കിൽ, സഭയോട് സ്നേഹക്കുറവ് തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാം മേൽ കർത്താവിൻ്റെ കരുണയൊഴുകി ഈ സഭയെ സ്നേഹിച്ച് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഭയുടെ മേൽ കർത്താവിൻ്റെ കരുണയൊഴുകാൻ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് പാടാം. കരുണ തോന്നണമേ, ഈ സഭയുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. പാടി പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ. ചേർന്ന് പാടി. കരുണയുള്ള ദൈവമേ, ഈശോയെ കനിവു തോന്നണമേ, ഈശോയെ തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ. കരങ്ങൾ കൂപ്പി നമ്മുടെ മാർപ്പാപ്പയെ ഒരിക്കൽ കൂടെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആഗോള സഭയെ ധീരമായി മുൻപോട്ട് നയിക്കാൻ സ്വർഗത്തിൻ്റെ ശക്തി നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭ നേരിടുന്ന വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് സഭയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പാപ്പായ്ക്ക് കഴിയും. അതിനുള്ള ശക്തി കാലഘട്ടത്തിൽ കർത്താവ് കൊടുക്കും. പാപ്പായെ സമർപ്പിക്കാം. ഹൃദയത്തിൽ എല്ലാവരും ഫ്രാൻസിസ് പാപ്പയെ മനസ്സിലോർത്ത്, എൻ്റെ ദൈവമേ ഇപ്പോൾ തന്നെ അത്ഭുത ശക്തി പാപ്പയുടെ മേൽ വർഷിക്കണമേ. പാപ്പയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന കാർദിനാൾ തിരുസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ മെത്രാന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ, ദൈവമേ നിന്റെ അനുഗ്രഹം ചൊരിയണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഫ്രാൻസിസ് പാപ്പയെ സമർപ്പിച്ച്, കാർദിനാൾ തിരുസംഘത്തെ സമർപ്പിച്ച്, മെത്രാന്മാരെ സമർപ്പിച്ച്, വൈദികരെ സമർപ്പിച്ച്, സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് ശക്തമായി പാടി പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, സഭയുടെ ഹൈറാർക്കിയുടെ മേൽ കരുണ തോന്നണമേ, സഭയുടെ മേൽ കരുണ തോന്നണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടി. കരുണയുള്ള ദൈവമേ, ഈശോയെ കനിവു തോന്നണമേ, തിരുസഭയുടെ മേൽ കരുണ തോന്നണമേ. ശാന്തമായി ബെഞ്ചുകളിലേക്ക് ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ സഭയെ സ്നേഹിക്കാം. സ്നേഹത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നതെങ്കിൽ ഒരിക്കലും ആ സഭ പരാജയപ്പെട്ടു പോവില്ല. അനേകർ സഭയെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. അനേകർ സഭയ്ക്കെതിരെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സാത്താൻ സടകുടഞ്ഞെഴുന്നേറ്റ് സഭയെ നശിപ്പിക്കാൻ നോക്കി. എന്നാൽ അനേകം വിശ്വാസികളുടെ പ്രാർത്ഥനയാൽ അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് കർത്താവിൻ്റെ സഭ മുൻപോട്ട് പോവാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. ഇത്ര മനോഹരമായി ഈ കാലഘട്ടത്തിൻ്റെ
വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സഭയെ കർത്താവ് അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവത്തിന് നന്ദി പറയാം. അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയാം. വരും കാലങ്ങളിൽ സഭ വലിയ രാജകീയ മഹത്വത്തോടെ ഈ ലോകത്തെ പ്രകാശിച്ചു നിൽക്കുന്നതായി കണ്ട് നമുക്ക് നന്ദി പറയാം. തുടർന്ന് നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വലിയൊരു ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കരങ്ങൾ കൂപ്പി നിശബ്ദതയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. മനസ്സിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഈശോയെ, അങ്ങയുടെ മൗലിക ശരീരമായ തിരുസഭയെ അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയും അങ്ങും രണ്ടല്ല ഒന്നാണെന്നുള്ള ബോധ്യവും തിരിച്ചറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന ഈ സഭയിൽ അങ്ങയെ മഹത്വപ്പെടുത്താനും അങ്ങയെ ആരാധിക്കുവാനും ഈ സഭയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ സഭയോട് ചേർന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സഭാമക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കാലഘട്ടത്തിൽ സഭാ നൗകയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും കർദിനാൾ തിരുസംഘത്തെയും ലോകം മുഴുവനുമുള്ള എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ആത്മായ പ്രേക്ഷിതരെയും സഭാമക്കൾ ഓരോരുത്തരെയും തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ സ്നേഹിക്കാൻ, സഭയോടൊത്ത് ചിന്തിക്കാൻ, സഭയോടൊത്ത് പ്രവർത്തിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അതിജീവിക്കുവാനും അങ്ങയുടെ സാക്ഷ്യമായി മാറാനും സഭയെയും സഭാമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായി നമുക്ക് ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.